ഹായ്, എൻ്റെ പേര് നന്ദൻ. ഞാൻ 7th പഠിക്കുന്നു. പറളി ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ വീട് പാലക്കാട് പറളിയിലാണ്. എനിക്ക് കുറച്ച് ട്രിക്സ് അറിയാം. ഞാനത് നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോവുകയാണ്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡൈസ് സ്റ്റേക്കിംഗ് ആണ്. ഞാൻ ഇവിടെ ഒരു പലക വെച്ചിട്ടുണ്ട്. അതിൽ 4 ഡൈസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൽ ഒരു കപ്പും കൊണ്ട് ഞാൻ ഇതിന് 4 എണ്ണത്തിനെയും സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഡയബോളോ ആണ്. ഇതിലും കുറച്ച് ട്രിക്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഡയബോളോ എന്ന് പറയുക. ഈ സ്റ്റിക്കും ഇതിലുള്ള അറ്റാച്ച്ഡായ സ്ട്രിങ്ങും കൂടിയിട്ടാണ് നമ്മളിത് പെർഫോം ചെയ്യുക. ചെയ്യാൻ പോണത് ബോൾ ജഗ്ലിംഗ് ആണ്. ഞാൻ ഈ 3 ബോളും ഈ ബോളിൻ്റെ മേലെ ഒരു പലക വെച്ചിട്ട് അതിൻ്റെ മേലെ നിന്നിട്ടാണ് ഞാൻ ഈ ബോൾ 3ഉം ജഗ്ൽ ചെയ്യാൻ പോണത്. ചെറുപ്പം മുതലേ ഒരു എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അതിനുള്ള പൈസയൊന്നും റെഡി ആയില്ല. അപ്പോൾ എന്തായാലും അതുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും പ്ലെയിന് ഓടിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പൈലറ്റ് ആവാൻ തീരുമാനിച്ചു. അതായത് ചെറുപ്പം മുതൽ തന്നെ ഓരോന്നായിട്ട് പുതിയതായിട്ട് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവൻ കവർ ചെയ്യും. ആ ഓരോന്ന് അങ്ങനെ ഓരോ പുതിയ മേഖലകളിലേക്ക് പോയി ഇപ്പോൾ ഫ്ലൈയിങ് ചെയ്യണം, പറക്കണം എന്നുള്ളതായിരുന്നു. മോൻ വീട്ടിൽ സൈലൻ്റ് ആണ്. വലിയ കുഴപ്പമൊന്നുമില്ല. സ്കൂളിലാണെങ്കിലും ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ്സാകാറുണ്ട്. ഈ പ്രാക്ടീസും കാര്യങ്ങളാകുമ്പോൾ ക്ലാസ്സുകൾ മിസ്സാകാറുണ്ട്. അതൊക്കെ വീട്ടിൽ വന്ന് അവൻ കവർ ചെയ്യും. വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഈ ബോളിൻ്റെ മേലെ പലക വെച്ച് അതിൻ്റെ മേലെ നിന്നിട്ട് ഞാൻ 3 തരം റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്യാൻ പോകും. എന്തായാലും ഒരു അസാമാന്യ പ്രതിഭയാണ് നന്ദൻ എന്നതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. ഗോകുലുണ്ട് നമുക്കൊപ്പം. നന്ദൻ്റെ ഈ കലാമികവ് അല്ലെങ്കിൽ അവൻ്റെ ഈ പ്രതിഭയൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ ഗോകുൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, നന്ദൻ ആരാ മോൻ, എന്തൊരു മോനാ എന്നൊക്കെ നമുക്ക് പറഞ്ഞു പോവാണ്. ശരിക്കും അവൻ ചെയ്യുന്ന പലതിൻ്റെയും പേര് പോലും എനിക്കറിയില്ല. എന്തൊക്കെയാണ് അവൻ ചെയ്തു കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത്രയും മികവുറ്റ കാഴ്ചകളാണ്, പ്രതിഭയാണ് അവൻ്റെ കയ്യിലുള്ളത്. എപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നന്ദൻ്റെ ഈ തരത്തിലുള്ള ഒരു പ്രതിഭ? അത് വീട്ടുകാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് ഒപ്പം തന്നെ അവൻ ഇങ്ങനെയും ഇത്രയും കഴിവുള്ള ഒരു കുട്ടിയായി മാറിയത് എത്ര വയസ്സ് മുതലാണ്? ഒരു സുഹൃത്ത് പറഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ നന്ദൻ്റെ വീട്ടിലേക്ക് പോയത്. ശരിക്കും അവിടെ എത്തിയപ്പോൾ വണ്ടറായി പോകാന്ന് പറഞ്ഞില്ല. ആ കുട്ടിയെ കണ്ട് നമ്മൾ വണ്ടറായി പോയി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ 13 വയസ്സോ 14 വയസ്സോ മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ. ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ ഡയബോളം കറക്കുന്നതിൻ്റെ സ്പീഡും ആ ഒരു ആക്യുറസിയും ഒക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, ആ സ്ട്രൈക്കർ വെച്ചാൽ അങ്ങനെ അടുക്കി വെക്കുന്നത്, ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് അടുക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ചെയ്യുമ്പോൾ പുകയൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പലതിൻ്റെയും പേര് പോലും എനിക്കറിയില്ല. ഞാനത് പലപ്പോഴും ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. പല വീഡിയോയിലൊക്കെ ചില ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതും വിദേശികളിലേക്ക് വീഡിയോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ രീതിയിൽ അതിങ്ങനെ വളരെ സ്പീഡിൽ നമ്മുടെ നാട്ടിലൊരാൾ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും വണ്ടറായിപ്പോയി. മാത്രമല്ല ആ ചെറിയൊരു പയ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ സ്ട്രൈക്കർ വയ്ക്കുന്നു, അത് മാത്രമല്ല ബോൾ ബാലൻസ് ചെയ്യുന്നു, കരാട്ടെ, കുംഫു, അതോടൊപ്പം തന്നെ യോഗ, ഇതൊക്കെ തന്നെ ചെയ്യുന്നൊരു, എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഇത്ര ചെറിയ പ്രായത്തിനുള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമായി. കാരണം ഞങ്ങളത് ഞെട്ടിത്തരിച്ചാണ് അവിടെ നിന്ന് തിരിച്ചു വന്നെന്ന് പറയാം. കാരണം എങ്ങനെ ഒരു കുട്ടിക്ക് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര പെട്ടെന്ന് ഇത് പഠിക്കാൻ പറ്റുന്നു, ഇത്ര സ്പീഡിൽ പഠിക്കാൻ പറ്റുന്നു, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതിശയിപ്പിച്ച് കളഞ്ഞു. മാത്രമല്ല അവൻ്റെ വീട്ടുകാർ
വളരെ സപ്പോർട്ടാണ്. അച്ഛനൊക്കെ സാധാരണ നമ്മളെ കുട്ടികൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മമാരും എന്താ പറയാ, നീ ഒന്ന് പോ, നീ അത് പഠിക്കാൻ അങ്ങനെ നോക്കി, ഇതിലൊന്നും സമയം കളയില്ല എന്നല്ല പറയാം. പക്ഷേ ഈ പയ്യന്റെ അച്ഛൻ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതായത് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വലിയ സപ്പോർട്ടാണ് അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ നൽകുന്നത്. ഈ നന്ദന് പൈലറ്റ് ആവണം എന്നാണ് ആഗ്രഹം. അവൻ്റെ ഈ ഒരു നിലയിലുള്ള ഒരു പോക്ക് കണ്ടിട്ട് ഉറപ്പാണ് അവൻ അതായിരിക്കും എന്നുള്ളത്. കാരണം അത്രമാത്രം നിശ്ചയദാർഢ്യത്തോടെയാണ് ആ കുട്ടി ഓരോ ദിവസവും ചെലവഴിക്കുന്നു. മാത്രമല്ല അത്ര കാര്യം പൈലറ്റ് ആയിരിക്കില്ല അവന്റെ മുന്നോട്ടുള്ള ചിന്തയിൽ, അവന്റെ ആ ചിന്ത തന്നെ പൈലറ്റ് എന്നൊക്കെയുള്ള എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന സ്വപ്നമാണ്. നന്ദന്റെ ചിന്ത തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ഗോകുൽ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയും, നമ്മൾ നേരത്തെയും പറഞ്ഞ നമ്മുടെ പരമ്പര പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛനും അമ്മയും ഒപ്പം തന്നെ അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ കുഞ്ഞിലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അവനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവന്റെ ഈ വിജയത്തിലേക്കൊക്കെയുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഒപ്പം തന്നെ നിൽക്കുക. നന്ദൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്മുടെ നാടിനും രാജ്യത്തിനുമൊക്കെ അഭിമാനമാകുന്ന തരത്തിൽ നേട്ടങ്ങൾ നന്ദനെ തേടി എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.